ഇപ്പോൾ ഒരു വണ്ടി പ്രാന്തൻ്റെ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും നിറയെ ഗോൾഫ് GTA വീഡിയോസ് ആയിരിക്കും. ഇനി അതിൻ്റെ താഴെയൊക്കെ കമൻറ്റും ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളതൊക്കെ. എത്രയാണ് ഇതിൻ്റെ പ്രൈസ്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രൈസ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു Volkswagen ഗോൾഫ് GTA എക്സ്റ്റോറും വില ഒരു 53 ലാഖിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 67 ലാഖിൻ്റെ അടുത്ത് വരും. എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇത്ര വില വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് റീസൺ എപ്പോഴും ഇതൊരു ജർമ്മൻ കാർ ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്പെക്കും ഡിസൈനും. ഇത്ര സ്പെക്കിൽ ഒരു ജർമ്മൻ കാർ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്ര റേറ്റ് വരും. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് നോക്കാം. ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ TS എഞ്ചിൻ വരുന്ന ഈ ഒരു വാഹനത്തിന് 265 PS മാക്സിമം പവറും 370 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 7 സ്പീഡ് DSG ട്രാൻസ്മിഷൻ വരുന്ന ഈ ഒരു വാഹനത്തിനുണ്ടല്ല 0 to 100 കിലോമീറ്റർ എത്താൻ വേണ്ടി വെറും 5.9 സെക്കൻഡ് മാത്രം മതി. പിന്നെ ഈ ഒരു ഹാച്ച് ബാക്ക് വാഹനത്തിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 എയർ ബാഗ് വരുന്നുണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലൈൻ അസിസ്റ്റ്, ഫ്രണ്ട് അസിസ്റ്റ്, റിയർ വ്യൂ ക്യാമറ, അതുപോലെ തന്നെ വയർലെസ് ചാർജറുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചർ ഇപ്പോൾ വരുന്ന വണ്ടികൾക്ക് വരുന്ന മാക്സിമം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫീച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു വാഹനം വളരെ അടിപൊളിയാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ആ വാഹനം ഇറക്കുമ്പോൾ, ഒരു ജർമ്മൻ കാർ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് നല്ല രീതിയിൽ എല്ലാം കൂടി വരുമ്പോൾ, ടാക്സും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു പ്രൈസ് കൂടും. പിന്നെ നമുക്ക് ഇത്ര പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർ എപ്പോഴും ഇതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും ഓവർ പ്രൈസ്ഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനം അവർ 250 യൂണിറ്റാണ് ഇന്ത്യയിൽ ഇറക്കുമെന്ന് പറഞ്ഞത്. അതിൽ 150 ആണ് ആദ്യത്തെ ബാച്ചിൽ വന്നത്. അത് ഫുൾ സോൾഡ് ഔട്ട് ആയി. പൈസ ഉള്ളവർ ഇത് വാങ്ങുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പൈസ ഇല്ലാത്തവർ എന്താ പറയുക, ഇതിൽ ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയുന്ന നേരം കൊണ്ട് അതിനൊക്കെ കുറഞ്ഞ വണ്ടികൾ, വിർട്ടസ് പോലത്തെ വണ്ടികളുണ്ട്. ഈ ഒരു വണ്ടിയുടെ സ്പെക്കും ഈ ഒരു വണ്ടിയുടെ ഡിസൈനും ഈ ഒരു വണ്ടിയുടെ ഒരു ലെവലും വേറെ തന്നെയാണ്. അത് എടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു പവർ. അപ്പോൾ ഇത്രയും യൂണിറ്റ് ഇന്ത്യയിൽ വരുമ്പോൾ തന്നെ ആ യൂണിറ്റിൽ നിന്നൊരു വണ്ടി സ്വന്തമാക്കാന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയല്ലേ. ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാം ഫസ്റ്റ് വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ മാക്സിമം വണ്ടിപ്രാന്തന്മാരായാലും പൈസ ഉള്ള വണ്ടിപ്രാന്തന്മാർ തീർച്ചയായിട്ടും ആ ഒരു ഫസ്റ്റ് ബാച്ചിൽ തന്നെ വാഹനം വാങ്ങാൻ നോക്കും. പിന്നെ ഈ ഒരു വാഹനം ഇന്ത്യയിൽ വന്നതുകൊണ്ടും ഇത് സക്സസ് ആയതുകൊണ്ടും നമ്മുടെ ഹോണ്ടയുടെ ബ്രഹ്മാസ്ത്രമായിട്ടുള്ള സിവിക് ടൈപ്പ് ആറും ഇന്ത്യയിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൂടി വന്നിട്ടുണ്ടെങ്കിൽ തകർക്കും. എന്തായാലും ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കിട്ടും.